Afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ നമ്മള്? ഫസ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. Negotiation is a two-way communication between buyer and seller. Negotiation is defined as a discussion on a business transaction leading to finalization of purchase and sale, contract of goods and services. Negotiation depends on human behavior. Negotiation എന്താണെന്ന് പറഞ്ഞല്ലേ? Negotiation എന്താണ്? എന്താ മീനിങ് negotiation എന്ന് പറഞ്ഞാല്? ചർച്ച അല്ലെ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയാണ്. ആരൊക്കെ തമ്മിലാണ് ചർച്ച നടത്തുന്നത്? ബയർ ഉണ്ടാവും, സെല്ലർ ഉണ്ടാവും. അതുപോലെ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് ഒരു ഫൈനൽ അന്തിമ തീരുമാനം എടുക്കുന്നതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് അല്ലെ എന്താണ് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയറിനെ, മനുഷ്യ സ്വഭാവത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പറയല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീംസ്. എന്താണ് നെഗോഷിയേറ്ററുടെ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീംസിന്റെ സവിശേഷതകള് നോക്കാം. എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് must have a good knowledge of particular material. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വാട്സപ്പ് എന്താ മനസ്സിലായി? must have a good knowledge of particular material. ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താ മീനിങ്? മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾക്ക് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. അതെന്താ മീനിങ്? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമമായ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു നെഗോഷിയേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചർച്ച നടത്തുമ്പോൾ രണ്ട് അംഗങ്ങളാണ് അതിനകത്തുള്ളത് അല്ലെ? ബയർ ഉണ്ടാവും, സെല്ലർ ഉണ്ടാവും. ബയർക്കായാലും സെല്ലർക്കായാലും എന്തുണ്ടാവണം? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ എന്താണ്? ബോത്ത് ഒഫെൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. എന്താണ് ഒഫെൻസീവ്? ഒഫെൻസീവ് എന്താ? കുറ്റകരമറ്റ. ഓക്കെ. അതുപോലെ തന്നെ ഒഫെൻസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഒഫെൻസീവ് എന്ന് പറഞ്ഞാല്. അതുപോലെ ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധാത്മകമായ. അപ്പൊ നമ്മളൊരു ചർച്ച നടത്തുമ്പോ ചിലപ്പോ എന്താണ് രണ്ടുപേരുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പറയുന്നത് ഒരാൾക്ക് പിടിക്കില്ല. അപ്പൊ ചിലപ്പോ എന്താണ് മറ്റൊരാളെ ആക്രമിച്ചു എന്നൊക്കെ വരട്ടെ. അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാവാതെ നല്ല രീതിയിൽ രണ്ടാൾക്കും ബയർക്കായാലും സെല്ലർക്കായാലും ഒരു എന്താണ് അനുയോജ്യകരമായ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് പ്രതിരോധാത്മകമാവാതെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കരാറായിരിക്കണം അവിടെ നടപ്പാക്കേണ്ടത്. മനസ്സിലായോ? തേർഡ് പോയിന്റ് ബയർക്കായാലും സെല്ലർക്കായാലും അനുയോജ്യമാകുന്ന രീതിയിലായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്? കരാറ് നിർമ്മിക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി എന്താണ്? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. എന്താ പറയുന്നത്? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. ഫാസ്റ്റ് തിങ്കർ അല്ലെ? ഒരാൾ പറയുമ്പോ
എന്താണ് ഒരാള് പറഞ്ഞത് കേട്ട് അയാൾക്ക് അതനുസരിച്ച് റാപ്പിഡ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു കഴിവും മറ്റൊരാൾക്ക് അല്ലെങ്കിൽ എന്താണ് പറയുന്ന കേൾക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ. ഇതെന്തായിരിക്കും ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ? എന്തായിരിക്കും? മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് ഇന്റർപേഴ്സണൽ സ്കില്ല്. ഇടപഴകാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ് നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ട് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിംഗ്. ലോ ഓഫ് കോൺട്രാക്ട്, അതുപോലെ കോൺട്രാക്ട് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിംഗ്. ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം. പിന്നെന്താണ് ലോജിക്കൽ തിങ്കർ. എന്താണ് ലോജിക്കൽ തിങ്കർ? അറിയാൻ പറ്റുമല്ലോ. എന്താ ലോജിക്കൽ തിങ്കർ? യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഓക്കെ. ഇനി എന്താണ് ഗുഡ് ലിസണർ അല്ലെ? നല്ല രീതിയിൽ മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ട് അവർക്ക് ആൻസർ കൊടുക്കാനായിട്ട്. നമ്മളിപ്പോ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ചിലവരെന്താണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവും നമ്മളൊരാള് നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ലിസൺ ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കാതെ ഇരിക്കണതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാവാതെ നല്ല രീതിയിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അയാൾക്ക് നല്ല രീതിയിൽ ആൻസർ കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. പിന്നെന്താണ് ഒപ്റ്റിമിസ്റ്റിക്? എന്താ ഒപ്റ്റിമിസ്റ്റിക്? ശുഭാപ്തി വിശ്വാസം അല്ലെ? ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരിക്കണം. പിന്നെന്താണ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. അതറിയാൻ പറ്റുമല്ലോ. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഹ്യൂമർ അറിയില്ലേ? തമാശ, കോമഡി അല്ലെ? അപ്പൊ അങ്ങനെ സെൻസും അങ്ങനെ കഴിവുള്ള ആളുകളുമായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്? നെഗോഷിയേറ്റീവ് ടീമിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റീവ് ടീമിലുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞത്? നല്ല രീതിയിൽ എന്താണ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ എന്താണ് ബയർക്കായാലും സെല്ലർക്കായാലും അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കണം അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. അതുപോലെ തന്നെ റാപ്പിഡ് തിങ്കർ ആയിരിക്കണം, ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിംഗ്. ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം. ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളതായിരിക്കണം, ഗുഡ് ലിസണർ ആയിരിക്കണം, ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരിക്കണം, അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഇനി നോക്കിയേ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. നമ്മള് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊരു കരാർ വെക്കാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കരാർ വെക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഗോളും സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ചർച്ച നടത്തേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെയോ ഗോൾ ഓർ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അവിടെ ചർച്ച നടത്തേണ്ടത്. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി, ടു സേ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻസ്. എന്താണ് പറയുന്നത്? നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ
നല്ല രീതിയിൽ അതുപോലെ തന്നെ അനുകൂലമായിട്ട് ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചർച്ച നടത്തുമ്പോൾ ആ ഹോസ്പിറ്റലിന് അനുകൂലമായിട്ട് ഉള്ള രീതിയിലായിരിക്കണം ചർച്ച നമ്മൾ നടത്തേണ്ടത്. ഓക്കെയാണോ? ഇനി എന്താണ്? To ensure that the organization gets all benefit which it can easily and comparatively come to it in normal circumstances. എല്ലാ പോയിന്റും ഒരുപോലെ തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടോ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ആ ഓർഗനൈസേഷനുമായിട്ട് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ ആ ഓർഗനൈസേഷൻ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ചർച്ച നടത്തേണ്ടത്. ഇനി എന്താണ്? To see that the distant future of the organization is not bargained for the present. എന്താണ് ബാർഗെയിൻ എന്ന് പറഞ്ഞാല്? ബാർഗെയിൻ എന്താ? വില വീശുന്നത് അല്ലെ. നമ്മള് എന്താണ് ഒരു കരാറ് വെക്കുമ്പോ എന്താണ്, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ അല്ലേ നമ്മൾ കരാറ് വെക്കുന്നത്. കരാറ് വെക്കുമ്പോൾ കുറച്ചുകൂടി കൂട്ടി നമ്മളെ കുറച്ച് വന്ന് ചിലപ്പോ 1 year ആവാം, അല്ലെങ്കിൽ 2 വർഷമാവാം, അങ്ങനെ ആയിരിക്കണം കരാറ് വെക്കേണ്ടത്. അങ്ങനെ കരാറ് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ആണ് കരാറ് വെക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ചെയ്യാൻ പറ്റോ? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. 1 മാസത്തേക്കോ നമ്മൾ കരാർ വെച്ചിരിക്കുക, അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ പറയുന്നുണ്ട് കരാർ വെക്കുമ്പോ കുറച്ചുകൂടി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ആക്കിയിട്ട് നമ്മൾ കരാർ വെക്കണം. ടൈം കുറയും. പിന്നെ എന്ത് പറയാൻ പറ്റും? നമ്മൾ എന്തിനെ സംബന്ധിച്ചിട്ടാണ് കരാർ വെക്കുന്നത്? മെറ്റീരിയൽസ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ കരാർ വെക്കുന്നത്. ആ മെറ്റീരിയൽസിന് കൊടുക്കുന്ന വില എന്ത് ചെയ്യും? 1 മാസത്തേക്ക് 2 മാസത്തേക്ക് കരാർ വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യും? കരാർ കഴിയും അല്ലെ, 2 മാസം കഴിയുമ്പോ പ്രൈസില് ഡിഫറൻസ് വരും. അവര് പറയുന്നത് നമ്മളുമായിട്ടുള്ള കരാർ കഴിഞ്ഞു, ഈ പ്രൈസിൽ തരാൻ പറ്റില്ല, കുറച്ചുകൂടി പ്രൈസ് നിങ്ങൾക്ക് തരേണ്ടി വരും, കുറച്ചുകൂടി കൂട്ടി പ്രൈസ് അവർ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാണ് മെയിൻ പോയിന്റ്. അതിനകത്ത് എന്താണ്? കരാർ വെക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? ബാർഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? കരാറ് നമ്മൾ ഉറപ്പിക്കുമ്പോ നല്ല രീതിയിൽ 1 yearനോ അല്ലെങ്കിൽ 2 yearനോ ഒക്കെ അങ്ങനെയുള്ളൊരു കരാറായിരിക്കണം അവിടെ രൂപീകരിക്കേണ്ടത്. ഓക്കെയാണോ? 4 പോയിന്റ് ഓക്കെയാണോ പറഞ്ഞത്? ഇനി നോക്കിയേ. Ensure that the terms and conditions are settled in appear terms and nothing is left to interpretations which may result in misunderstanding and bitterness. എന്താണ് bitterness? എന്താ bitterness? bitterness എന്താ? മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കയ്പ്പ് അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ പറയാം കേട്ടോ. കയ്പ്പ് അല്ലെങ്കിൽ വിദ്വേഷം. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താ? തെറ്റിദ്ധാരണ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു ഒരു കരാറ് 2 പേര് തമ്മിലാണ് കരാർ ഉറപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും? അഗ്രിമെന്റില് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ 2 പേർക്കും യോജിച്ച രീതിയിൽ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കണം സെറ്റിൽമെന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരാൾക്ക് മറ്റൊരാളുടെ മേലില് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിലോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ സെറ്റിൽമെന്റ് ചെയ്യാൻ പാടില്ല. 2 പേരും യോജിച്ച രീതിയിൽ. ഒരാൾ പറഞ്ഞു എനിക്ക് ഇത്ര റേറ്റിൽ തരാൻ പറ്റില്ല, എന്താണ്
ചിലപ്പോൾ അവിടെ തല്ലുപിടുത്തം ആവാൻ തല്ലുപിടുത്തം സംഭവിക്കാം. അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ അറ്റൻഡൻസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണോ? ഇനി എന്താണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താ സ്ട്രാറ്റജീസ്? നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചതാണല്ലോ. സ്ട്രാറ്റജീസ് എന്താ ഓർമ്മയില്ല? തന്ത്രങ്ങൾ. ഓക്കെ. Formulating strategies, plan of action designed to achieve a long-term aim. Activities are the vital part of negotiation. Next, last objective എന്താ പറയുന്നത്? Formulating strategies, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ലോങ് ടൈം എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇവിടെ തന്ത്രങ്ങള് മെനയേണ്ടത് അല്ലെങ്കിൽ ആവിഷ്കരിക്കേണ്ടത്. ഒക്കെയാണോ? ലോങ് ടേം എയിംസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം തന്ത്രങ്ങളിവിടെ ആവിഷ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ ടാക്ടിക്സ്. ടാക്ടിക്സ് എന്താ? സെയിം തന്നെയാണ് കേട്ടോ. സ്ട്രാറ്റജീസിന്റെ മീനിങ് തന്നെയാണ് ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും. തന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്താണ് ടാക്ടിക്സ് ആർ ദ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? ചെറിയ പോയിന്റ് അതിനകത്ത് നെഗോഷിയേഷൻ കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഇൻക്ലൂഡഡ് ഓഫ് പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department. ആരാ യൂസർ ഡിപ്പാർട്ട്മെന്റ്? എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്? ഓർമ്മയില്ല പറഞ്ഞത്? അല്ല, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താ പറഞ്ഞത്? ഇങ്ങനെ കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ. മെറ്റീരിയൽസ് ഓർമ്മയില്ല? ഓർമ്മ വരുന്നുണ്ട് അപ്പൊ പറഞ്ഞത്? അതന്നെ, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആര്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അതിനകത്ത് particular person ഉണ്ടാവും. അതുപോലെ മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. അഡ്മിനിസ്ട്രേഷനും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ആരൊക്കെയാണ് നെഗോഷിയേഷൻ കമ്മിറ്റിയിലുള്ളത്? മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെഗോഷിയേഷൻ കമ്മിറ്റിയിലുള്ളത് പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, particular person from the user department, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ആണോ?
ഇനി നോക്കിയേ പ്രോസസ് ഓഫ് നെഗോഷിയേഷന്റെ പ്രോസസ് ആണ് പഠിക്കാൻ പോകുന്നത്. 3 ഫേസ് ആണ് നെഗോഷിയേഷൻ പ്രോസസ്. ഫസ്റ്റ് ഫേസ് എന്താണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ്. ആൻഡ് സെക്കൻഡ് നോക്കിയേ മീറ്റിംഗ് ഫേസ്. ആൻഡ് തേർഡ് വൺ ഈസ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. നോക്കാം ഫസ്റ്റ് പ്രീ നെഗോഷിയേഷൻ ഫേസ്. പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാല് ചർച്ചയ്ക്ക് മുൻപുള്ള ഫേസ് ആണ് പ്രീ നെഗോഷിയേഷൻ ഫേസ് ആയിട്ട് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് 5 സ്റ്റെപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോക്കിയേ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. എന്താ പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ, മെറ്റീരിയലിനെ കുറിച്ച് നന്നായിട്ട് അറിവുണ്ടാവണം. ഇനി എന്താണ്? അനലൈസ് consisting of information with other tenders. Tenders കേട്ടിട്ടുണ്ടോ നിങ്ങള്? Tenders എന്താ? പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടോ? ടെൻഡർ ക്ഷണിക്കുന്നു, വായിച്ചിട്ടുണ്ടോ പേപ്പറില്? കൊട്ടേഷൻസ്, അതന്നെ കൊട്ടേഷൻസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ടെൻഡർ ക്ഷണിക്കുക അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾക്ക് എനിക്കൊരു മെറ്റീരിയൽ ആവശ്യമായിട്ട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ കാണാം, കുറെ ടെൻഡേഴ്സ് ഉണ്ടാവും. നമുക്ക് യോജിച്ച ആളുകളെ, സപ്ലൈസിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് നോക്കി സെലക്ട് ചെയ്യും. ചിലപ്പോൾ എന്താണ് നമുക്ക് യോജിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയില്, അതുപോലെ പ്രൈസില്, അതുപോലെ ക്വാളിറ്റി ഒക്കെ അവര് അവിടെ അതിനകത്ത് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും, ലെക്ചറിലുണ്ടാവും. നമ്മൾക്ക് യോജിച്ച ആളുകളെ സെലക്ട് ചെയ്യും. ഡിഫറെന്റ് സപ്ലൈസ് ഉണ്ടാവുമല്ലോ, കുറെ കടകളുള്ളതുപോലെ തന്നെ ഇവിടെ ടെൻഡേഴ്സ് ഉണ്ടാവും. നമുക്ക് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കടയിൽ കയറി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്താണ്? ടെൻഡേഴ്സിൽ നമ്മൾ യോജിച്ച ടെൻഡേഴ്സിലെ അല്ലെങ്കിൽ യോജിച്ച സപ്ലൈസിനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്യുന്നു, സപ്ലൈറെ സെലക്ട് ചെയ്യും. അതാണ് ടെൻഡേഴ്സ് ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോക്കി ഇവിടെ അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ടെൻഡേഴ്സുകളെ നോക്കിയിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു. അനലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശകലനം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടെൻഡേഴ്സുകളെ, മറ്റുള്ള ടെൻഡേഴ്സിനെ നോക്കിയിട്ട് ഇൻഫർമേഷൻസുകൾ നമ്മൾ വിശകലനം ചെയ്യും. ഇനി എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഒബ്ജക്റ്റീവ് ഡിഫൈൻ. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. എത്രത്തോളം അല്ലെങ്കിൽ എത്ര മാക്സിമത്തിൽ നമുക്ക് മെറ്റീരിയൽസ് അവരുടെ കയ്യിൽ നിന്ന്, സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് എത്ര മാക്സിമം മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നു. അതാണ് തേർഡ് വൺ പറയുന്നത്. ഇനി എന്താണ്? ഫോർത്ത് വൺ ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്, അല്ലെ? തന്ത്രങ്ങള് ഡെവലപ്പ് ചെയ്യാം, വികസിപ്പിക്കുക. ഇനി എന്താണ്? ഫിഫ്ത്ത് വൺ എന്താണ്? പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക. നിങ്ങള് കിങ് ലെയർ കണ്ടിട്ടുണ്ടോ? കിങ് ലെയർ ദിലീപിന്റെ ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ, കിങ് ലെയർ. അതിനകത്ത് അവര് എന്താണ് ചർച്ച നടത്താൻ പറ്റില്ലേ? ഒരു ക്രീമിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെയാ പറയുന്നത് അവര്? പേസ്റ്റ് ആണോ ക്രീം? എന്താന്ന് അറിയില്ല. അപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ നമ്മള് പേസ്റ്റ് അല്ലെങ്കിൽ ക്രീമിന്റെ കാര്യമാണെങ്കിൽ എന്താണ്? നമ്മള് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹോളിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് എന്താണ്? ആ ക്രീം അതിൽ നിന്ന് വരുന്ന ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അല്ലെ? ഹോളിന്റെ വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ക്രീം അല്ലെങ്കിൽ ആ പേസ്റ്റിന്റെയും തീർന്നു പോകും. എന്താണ്? പെട്ടെന്ന് ഇപ്പൊ ഒരു മാസം കൊണ്ടാണ് ആ ക്രീം ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ അരമന്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഹോളിന്റെ വലിപ്പം കൂട്ടിയത് കാരണം പെട്ടെന്ന് തന്നെ ആ ക്രീം എന്താണ് എന്താ ചെയ്യാ? ബിസിനസ് കൂട്ടുന്നത് തന്ത്രങ്ങള്. ക്രീം പെട്ടെന്ന് തീർന്നു പോലെ അപ്പൊ ആളുകള് എന്താണ് അത് വാങ്ങിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര സെയിൽ ചെയ്യും കൂട്ടാൻ സാധ്യതയുണ്ട്. ഹോളിന്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് തന്നെ ആ ക്രീം പെട്ടെന്ന് തീരുകയും അതിനെ മാർക്കറ്റിൽ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഇത് പ്രാഥമിക തന്ത്രങ്ങൾ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ ആയിട്ട് ലെയർ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരു തന്ത്രങ്ങളൊക്കെ അങ്ങനെ ഏത് രംഗങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റും. പ്രിലിമിനറി ടാക്ടിക്സ് പ്രാഥമിക തന്ത്രങ്ങൾ അനുഷ്ഠിക്കുന്നു. ഓക്കെയാണോ? അപ്പോ പ്രീ നെഗോഷിയേഷൻ ഫേസില് 5 സ്റ്റെപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, കറക്റ്റ് ഇൻഫർമേഷൻ അറിയാം. അതുപോലെ തന്നെ എന്താണ്? ജെൻഡേഴ്സിന്റെ മറ്റുള്ള ജെൻഡേഴ്സിന്റെ ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യാം. അതുപോലെ എന്താണ്? മാക്സിമം എത്രത്തോളം മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ പ്രാഥമിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാം. ഓക്കെ ആണോ? ഇനി എന്താണ്? സെക്കൻഡ് ഫേസ് ആണ് മീറ്റിംഗ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്താണ്? മീറ്റിംഗ് ഫേസ്. Will not be completed in one meeting. ഒരു മീറ്റിംഗ് കൊണ്ട് തന്നെ എന്താവില്ല? കംപ്ലീറ്റ് ആവില്ല. ഇനി ഈ മീറ്റിങ്ങിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. സെക്കൻഡ് വൺ ഡിസ്കഷൻ മീറ്റിംഗ്. തേർഡ് വൺ എന്താണ്? എഗ്രിമെന്റ് മീറ്റിംഗ്. ഫസ്റ്റ് വൺ നോക്കിയേ, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 മീറ്റിംഗും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്താ? Two parties introduce themselves and information analyzed. എന്താ പറയുന്നത്? 2 പാർട്ടീസ് അല്ലേ എഗ്രിമെന്റില് അല്ലെങ്കിൽ ചർച്ച നടത്തുമ്പോ ആരൊക്കെയാണ്? ഏത് പാർട്ടീസ് ആണ് ഉള്ളത്? ആരൊക്കെയാണ് ചർച്ചയ്ക്കുള്ളത്? ആരെല്ലാമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ബയ്യറും ഉണ്ടാവും, സെല്ലറും ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ? സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യുന്നു. അതാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. 2 പാർട്ടീസ് ഉണ്ടാവും, ബയ്യർ ഉണ്ടാവും, സെല്ലർ ഉണ്ടാവും. ഇവർ 2 പേരും എന്ത് ചെയ്യും? സ്വയം പരിചയപ്പെടുത്തുകയും പിന്നീട് ഇൻഫർമേഷൻസ് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ്. ഇഷ്യൂസ് ഡിസ്കസ്ഡ്. എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ കരാറ് വെക്കുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നു. അതാണ് ഡിസ്കഷൻ മീറ്റിംഗ്. ഓക്കെ ആണോ? എന്തുമായിട്ടാണ് നമ്മൾ കരാർ ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ കരാറിന് വന്നിരിക്കുന്നത്? കരാറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് പ്രധാനമായിട്ട് ഉള്ളത്? ആ പ്രധാന വിഷയത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഇനി എന്താണ്? അതാണ് ഡിസ്കഷൻ മീറ്റിംഗ്. ഇനി ലാസ്റ്റ് മീറ്റിംഗ് ആണെങ്കിൽ എഗ്രിമെന്റ് മീറ്റിംഗ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? Agreement reached and the contract is signed by the both parties. എന്താ പറയുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നത്? എഗ്രിമെന്റ് വെക്കും അല്ലെ? 2 പാർട്ടി തമ്മിൽ എഗ്രിമെന്റിൽ ഏർപ്പെടും. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യുന്നത്? എഗ്രിമെന്റില് എന്താ ചെയ്യുന്നത്? സൈൻ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മീറ്റിംഗ് ഫേസിലുള്ളത്. ഒരു മീറ്റിംഗ് കൊണ്ട് തന്നെ മീറ്റിംഗ് ഫേസ് കംപ്ലീറ്റ് ആവില്ല. മീറ്റിംഗിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാല് 2 പാർട്ടീസുണ്ട്, ബയ്യറുണ്ട്, സെല്ലറുണ്ട്. ഇവർ 2 പേരും എന്ത് ചെയ്യും? സ്വയമായിട്ട് പരിചയപ്പെടുത്തുകയും ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഡിസ്കഷൻ മീറ്റിംഗ് ആണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അവിടെ എന്താണ്? പ്രധാനപ്പെട്ട വിഷയം എന്താണോ അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നു. അതിനുശേഷം എഗ്രിമെന്റ് മീറ്റിംഗ് ആണ്. ഈ എഗ്രിമെന്റ് മീറ്റിംഗില് ചർച്ചയുമായിട്ട് അല്ലെങ്കിൽ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരാറില് അല്ലെങ്കിൽ ഈ എഗ്രിമെന്റില് 2 പേരും എന്ത് ചെയ്യുന്നുണ്ട്? സൈൻ ചെയ്യുന്നു. ഓക്കെ ആണോ? 2 ഫേസ് ഒന്ന് വായിച്ചു നോക്കിയേ. 2 ഫേസ് ഒന്ന് വായിച്ചു നോക്കാം.
ഡൗട്ട് ഉണ്ടോ? രണ്ട് ഫേസ് ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് അല്ലെ? ഇനി തേർഡ് ഫേസ് നോക്കി, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിന്റെ അനദർ നെയിം ചോദിക്കാം. എന്തെഴുതും? എക്സിക്യൂട്ടീവ് ഫേസ്. ഇതിൽ വരച്ച് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. എക്സിക്യൂട്ടീവ് ഫേസിന്റെ അനദർ നെയിം അല്ലെങ്കിൽ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കുമ്പോ എഴുതേണ്ടതാണ്. ഇനി എന്താണ്? ഓക്കെ, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. എഗ്രിമെന്റ് ഇവിടെ നടപ്പിലാക്കുന്നു. അതിനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു അല്ലെ? ഇപ്പോ എന്താണ്, ഒരു ഹോസ്പിറ്റലിന് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഓരോ സപ്ലൈസിനെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, നമുക്ക് ഗൂഡ്സ് സപ്ലൈസ് ഏതാണോ അതിന് നമ്മൾ അയാൾക്ക് നമ്മൾക്ക് എന്ത് കൊടുക്കുന്നു? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. സപ്ലയർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു. ഇനി നോക്കിയേ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഹോസ്പിറ്റലുകൾക്കൊക്കെ ആകുമ്പോൾ കുറെ അധികം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ എന്താണ്, കുറെ അധികം വേണ്ടി വരും അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധന അല്ലെ? പരിശോധന നടത്തണം. നമ്മൾക്ക് തരുന്ന മെറ്റീരിയൽസ് തരുന്ന സപ്ലയേഴ്സിന്റെ ആ സോഴ്സസ്, സപ്ലയറുടെ സ്ഥലം പോയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോഡൌൺ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ആവാം, അതൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പരിശോധിക്കാം. നമുക്ക് എവിടെ നിന്നാണ് സാധനം ലഭിക്കുന്നത് നമുക്ക് കാണണ്ടേ? നമുക്കൊന്ന് ഉറപ്പ് വരുത്തണം അല്ലെ? അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ ചെയ്യും. അവിടെ പോയിട്ട് എല്ലാം ഒന്ന് നോക്കി പരിശോധിക്കും. രണ്ട് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ആദ്യം പർച്ചേസ് ഓർഡർ കൊടുത്തു, പിന്നെ അവിടെ പോയിട്ടല്ലേ സപ്ലയർ ആരിൽ നിന്നാണോ നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് അതാണ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് നമ്മൾ നോക്കി ഇൻസ്പെക്ഷൻ ചെയ്യണം, പരിശോധിക്കണം. അവിടെ ഗോഡൌൺ ആവാം, അതുപോലെ തന്നെ വെയർ ഹൗസ് ആവാം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. പിന്നെ എന്താണ്? ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ സ്റ്റോർ. ഇനി എന്ത് ചെയ്തു? നമ്മൾ പരിശോധിച്ചു, നമ്മൾ ആദ്യം പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? നമുക്ക് ഐറ്റംസ് റിസീവ് ചെയ്യില്ലേ? അത് സ്വീകരിച്ച് നമ്മൾ സ്റ്റോറിലത് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രീമിസസ്. ഇനി എന്ത് ചെയ്യാം? നമ്മളത് റിസീവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് ഐറ്റംസ് സ്വീകരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഇൻസ്പെക്ഷൻ നടത്തൂലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് സപ്ലയറെ കൊണ്ടുവന്ന മെറ്റീരിയൽസ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, അതുപോലെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ചില ഐറ്റംസ് ഒക്കെ 10 എണ്ണം പറഞ്ഞാൽ ചിലപ്പോൾ 8 എണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇൻസ്പെക്ഷൻ അവിടെ നമ്മൾ നടത്തുന്നത്. ഓക്കെ ആണോ? ഇനി ഇൻസ്പെക്ഷൻ നടത്തി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ഓർ റിജക്റ്റഡ്. എന്താ ചെയ്യുന്നത്? ചിലപ്പോ ചില ടെസ്റ്റുകള് എന്താണ് ഡാമേജ് ആയിട്ടുള്ളത് ഉണ്ടാവും. ചിലപ്പോ എന്താണ് ചില മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ആയിട്ടുള്ളത് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി കുറവുള്ളത് ഉണ്ടാവാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്ത് കളയുന്നു. ഡാമേജ് ആയിട്ടുള്ളത്, എക്സ്പയറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോ എന്താണ് കത്രിക അല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒട്ടിച്ച് പോയിട്ടുണ്ടാവാം, ഒക്കെ ഒട്ടിച്ച് പോവാം, വളഞ്ഞു പോവാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയുന്നു. പിന്നെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ സ്വീകരിക്കുന്നു. ഓക്കെ ആണോ? ഇനി എന്താണ്? നമ്മൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു ഐറ്റംസ്. അതിനുശേഷം റെക്കോർഡ് ഇൻ സ്റ്റോർ രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ ചെയ്യണം, ഓരോ ഐറ്റംസ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടേ? അതിനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി എന്താണ്?
Install capital equipment and for storage. Capital equipment എന്താ? Capital equipment അറിയോ? Capital equipment എന്താണെന്ന്? അസറ്റ് മൂലധനം. അറിയാം. എന്താണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ് അല്ലെ? സ്ഥിരമായിട്ടുള്ള ഒരു അസറ്റ് ആണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള എക്വിപ്മെന്റ് ആയിരിക്കും ക്യാപിറ്റൽ എക്വിപ്മെന്റ്. എക്സാമ്പിൾ പറയാൻ പറ്റോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ എക്വിപ്മെന്റ്സിന്? ഇതൊക്കെ പറയാം നമുക്ക് ക്യാപിറ്റൽ എക്വിപ്മെന്റ്സിന്. ബിൽഡിങ്സ്. ഇനി അതുപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? എക്വിപ്മെന്റുമായിട്ട് മെഷീൻസ് അല്ലെ? പല സ്കാനിങ് മെഷീൻസ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ സ്കാനിങ്ങിനായിട്ട് നമ്മളെ കിടക്കുമ്പോ മെഷീൻസ് ഒക്കെ എന്താണ് നല്ല വിലപിടിപ്പുള്ളതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പൊ എന്താണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോ നല്ല വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ്. സ്ഥിരം ആസ്തികളാണ് അവര് അല്ലെ? സ്കാനേഴ്സ്, അതുപോലെ എന്താ ഓട്ടോക്ലേവ്സ്. നമ്മള് CSD പഠിച്ചില്ലേ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ്സ് ഒക്കെ. അതൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്വിപ്മെന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ കമ്പ്യൂട്ടേഴ്സ് അല്ലെ? ബിൽഡിംഗ് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്. അതൊക്കെ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തു അതിനുശേഷം ഫൈനലി ആണ് എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ് കൊടുക്കുന്നത്. സപ്ലയർ കൊണ്ടുവരുന്നു, മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അയാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ലേ? ലാസ്റ്റ് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടാണോ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫൈനലി പേയ്മെന്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലുള്ളത്. ഓക്കെ ആണോ? നമ്മൾ ആദ്യം പർച്ചേസ് ഓർഡർ കൊടുത്തു, അതിനുശേഷം അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ബൾക്കായിട്ടാണ് ഹോസ്പിറ്റലുകൾക്കൊക്കെ മെറ്റീരിയൽസ്, പല മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണോ? സപ്ലൈസിന്റെ ബോർഡർ, ഓഫീസ്, ചെക്ക് ചെയ്തു, അതിനുശേഷം റിസീവ് ചെയ്തു, ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു അല്ലെ? ഇൻസ്പെക്ഷൻ നടത്തി സ്റ്റോർ ചെയ്തു, റെക്കോർഡ് ചെയ്തു അതിന്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ക്യാപിറ്റൽ എക്വിപ്മെന്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ഫൈനലി പേയ്മെന്റ് നടത്തി. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അതിന്റെ പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിലേക്ക് ഒരു മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ 3 ഫേസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞത് ചർച്ചയ്ക്ക് മുമ്പുള്ള ഫേസ് ആണ്. ഈ 5 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. എഗ്രിമെന്റില് എന്താണ്? എഗ്രിമെന്റ് നടപ്പിലാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്ട്രിക്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ ഓക്കെ ആണല്ലേ. ഇനി എന്താണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് വൺ നോക്കി, പർച്ചേസിംഗ് റിക്വസിഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് റിക്വസിഷൻ? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. പർച്ചേസിംഗ് പറഞ്ഞപ്പോ എന്തായിരുന്നു റിക്വസിഷൻ? റിക്വസിഷൻ എന്താ? എന്താ റിക്വസിഷൻ? അഭ്യർത്ഥന. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അഭ്യർത്ഥന. പർച്ചേസ് റിക്വസിഷൻ ആണ് റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥന, ആവശ്യപ്പെടൽ. ഓക്കെ. റിസീവ്ഡ് ഫ്രം യൂസ് ഡിപ്പാർട്ട്മെന്റ് to purchase department. It consists of quantity of material, specification of material, date in which the item should be received. നമ്മൾ പറഞ്ഞു അല്ലെ, മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവർക്ക് എന്താണ് മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായി വരുമ്പോൾ ആരോടാ പറയാറ്? ആരോടാ പറയുന്നത്? നിങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ ആവശ്യമാണ് എന്ന് ആരോടാ പറയാ? ഏത് ഡിപ്പാർട്ട്മെന്റിനോട് പറയും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവര് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും, അഭ്യർത്ഥന നടത്തും. ഇനി ആ അഭ്യർത്ഥന നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്യേണ്ടതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും? ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം. അതുപോലെ സ്പെസിഫിക്കേഷൻ, ഇന്ന മെറ്റീരിയൽ വേണമെന്ന് അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ മെറ്റീരിയൽ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇനി എന്താണ്? എത്ര ഡേറ്റിന് അല്ലെങ്കിൽ ഈ ഐറ്റം ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇന്ന ഡേറ്റിനാണ് എന്നും കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അഭ്യർത്ഥനയിൽ, പർച്ചേസ് അഭ്യർത്ഥനയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ അവര് സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അഭ്യർത്ഥന നടത്തുമ്പോൾ അതിനകത്ത് ഉണ്ടാവും, കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തുന്നതാണ്. അഭ്യർത്ഥന നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലുണ്ട്, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയലുണ്ട്, ഡേറ്റ് ഉണ്ട്. ഇനി അവരെന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തി. ഇനി ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? പർച്ചേസിംഗ് എൻക്വയറി ചെയ്യും അല്ലെ, അന്വേഷണം നടത്തും. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയറിനോട് എൻക്വയറി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അന്വേഷിക്കും അല്ലെ. സപ്ലയർ ആരാ? സപ്ലയർ ആരാ? സപ്ലയർ സെല്ലർ അല്ലെങ്കിൽ എന്താണ്? വിതരണക്കാരൻ. ഓക്കെ. അപ്പോ അദ്ദേഹത്തിനോട് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പറയും എന്താണ്? നിങ്ങൾക്ക് ഇന്ന ടൈമിൽ അല്ലെ, ലീഡ് ടൈം എന്താ? ലീഡ് ടൈം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണല്ലോ. ലീഡ് ടൈം മറന്നുപോയാ? ഇതാണ് ലീഡ് ടൈം. മെറ്റീരിയൽ ഓർഡർ ചെയ്ത് റിസീവ് ചെയ്യുന്നത് മുതൽ അല്ലെ നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത് വരെയുള്ള ടൈം. ഓക്കെ. ലീഡ് ടൈം പറയും. അതുപോലെ ക്വാണ്ടിറ്റി, എത്ര എണ്ണം വേണം, അതുപോലെ ഓരോ പർട്ടിക്കുലർ മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് പർച്ചേസ് എൻക്വയറി. ഓക്കെ ആണോ? രണ്ട് പോയിന്റും പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി മനസ്സിലായോ? ഇനി നോക്കി തേർഡ് പോയിന്റ് നോക്കി. Quotations from supplier to the purchase department includes purchase of material, quantity, etc. നമ്മൾ പറഞ്ഞു അല്ലെ, ടെൻഡർ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ടെൻഡർ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ കാണാൻ അല്ലെ പല പല quotations ഉണ്ടാവും. അപ്പോ ഓരോ നമുക്ക് യോജിച്ച സപ്ലയറിനെയാണ് നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി സെലക്ട് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ.
ഈ പോയിന്റ് നോക്കിയേ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. നമ്മൾക്ക് യോജിച്ച വേറെ പല കൊട്ടേഷൻസ് ഉണ്ടാവും. ആ കൊട്ടേഷൻസ് നോക്കിയിട്ട് നമുക്ക് യോജിച്ച ആളെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സിയും ഡിയും കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? കൊട്ടേഷൻസ് ഉണ്ടാവും. ആ പല കൊട്ടേഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് യോജിച്ച ആളുകളെ അല്ലെങ്കിൽ യോജിച്ച സപ്ലയേഴ്സിനെ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇത്രയും മാത്രം ഓർക്കാൻ മതി. നമ്മൾക്ക് പല പല ചെറിയ കടകൾ ഉണ്ടാവും, സ്റ്റേഷനറി കട. നമുക്ക് യോജിച്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്നല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ. ഈ വരെ ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, പർച്ചേസ് ഓർഡർ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്, പർച്ചേസ് ഓർഡർ എന്താ? ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സെല്ലർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് അല്ലെ, നിയമപരമായ ഒരു രേഖയാണ്. ആരൊക്കെ തമ്മിലാണ് നിയമപരമായിട്ടുള്ള രേഖ ചെയ്യുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സെല്ലറും. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സെല്ലറും തമ്മിലുള്ള നിയമപരമായ ലീഗൽ ഡോക്യുമെന്റ് ആണ് ഇത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മാർക്ക് ചെയ്ത് വെച്ച്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു നിയമപരമായ രേഖയാണ്. ആരൊക്കെ തമ്മിലാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സെല്ലറും തമ്മിലുള്ള നിയമപരമായ രേഖയാണ്. മനസ്സിലായോ? ഇനി നോക്കിയേ, the purchase order is a document created by the buyer. ഇതാണ് ബയർ എന്ന് പറഞ്ഞാൽ ആരാ? സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളല്ലേ, കസ്റ്റമർ. അപ്പോ ഈ ബയറാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്, പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ബയറാണ്, വാങ്ങിക്കുന്ന ആളാണ്. മനസ്സിലായോ? And serve the purpose of ordering goods from the supplier. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസ് ആണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. നല്ല രീതിയിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഡോക്യുമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. Every purchase order should contain the correct date, correct name and address of the hospital and supplies, description of goods, price of the items, order number, terms and conditions. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെ. അതിന്റെ നെയിം ഉണ്ടാവും, അതിന്റെ അഡ്രസ് ഉണ്ടാവും, അതുപോലെ സപ്ലൈസ്, മെറ്റീരിയൽസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റം, ഓർഡർ നമ്പർ ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി ക്യാഷ് ആണോ ചെക്ക് ആണോ എന്നുള്ള മോഡ് ഓഫ് പേയ്മെന്റ് ഉണ്ടാവും, അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. ഇത്രയും കാര്യങ്ങളാണ് ഈ എഗ്രിമെന്റില് അല്ലെങ്കിൽ ഈ പർച്ചേസ് ഓർഡറില്. ഇത് ഓക്കെ ആണോ? എഗ്രിമെന്റിലുള്ള പർച്ചേസ് ഓർഡർ എന്താണ്? ഈ ഡോക്യുമെന്റില് പർച്ചേസ് ഓർഡർ എന്ന ഈ ഡോക്യുമെന്റിലുള്ളത് എന്തൊക്കെയാണ്? കറക്റ്റ് ഡേറ്റ്, കറക്റ്റ് ഹോസ്പിറ്റലിന്റെ, അതുപോലെ മെറ്റീരിയൽസിന്റെ കാര്യങ്ങള്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റംസ്, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാഷ് പേയ്മെന്റ് ആണോ ക്യാഷ് ക്രെഡിറ്റ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ, അതുപോലെ മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ആണോ ചെക്ക് ആണോ, അതുപോലെ സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. ഒക്കെയാണോ? ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വരാം, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് വരാം.
അതുപോലെ എന്താ ഈ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? പാരഗ്രാഫ് പർച്ചേസ് ഓർഡർ ഏതാ പറയേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ? പർച്ചേസ് ഓർഡർ പറയണോ? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായിട്ടുള്ള രേഖയാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള രേഖയാണ്. അതുപോലെ തന്നെ ഈ പർച്ചേസ് ഓർഡർ എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയ്യറാണ്, വാങ്ങുന്ന വ്യക്തിയാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? സപ്ലയറുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ചെയ്ത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ എഗ്രിമെന്റില് ഈ ഡോക്യുമെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്? കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, സപ്ലൈസ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഐറ്റംസ്, നമ്പർ, പർച്ചേസ് നമ്പർ ഉണ്ടാവും, ഓർഡർ നമ്പർ ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ളതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, മോഡ് ഓഫ് പേയ്മെന്റ് ഉണ്ടാവും, സിഗ്നേച്ചർ ഓഫ് ദി ഓതേഴ്സ്. ഒക്കെയാണോ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടെൻഡർ വിളിക്കുന്നു, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൊട്ടേഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അതിനകത്ത് നോക്കിയിട്ട് ഇപ്പൊ എനിക്കൊരു മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നാല് ഏത് സപ്ലയർ ആണ് ഞാൻ സെലക്ട് ചെയ്യാം? എനിക്ക് യോജിച്ച തരത്തിലുള്ള സപ്ലയർ ആണല്ലേ. എന്താണ്? പ്രൈസിന്റെ കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ എന്താണ്? ക്വാണ്ടിറ്റി. അപ്പൊ എനിക്ക് യോജിച്ചതായിട്ടുള്ള സപ്ലയറെ ഞാൻ എന്ത് ചെയ്യും? ആ ടെൻഡർ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? കേട്ടോ. നെക്സ്റ്റ് കൂടി നോക്കാം. ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇൻവോയ്സ് ബില്ല്. The invoice is created by the supplier. ആരാണ് ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്? നോട്ട് ചെയ്ത് വെച്ചേ. സപ്ലയർ ആണ്, വിതരണക്കാരനാണ്. And shows how much the buyer required to pay for the goods bought from the supplier. ഇനി സപ്ലയർക്ക് എത്രത്തോളം അല്ലെങ്കിൽ എത്ര രൂപ നൽകണം എന്നുള്ള ഇതുണ്ടാവുമല്ലോ എന്നുള്ളതാണ് ഈ ഇൻവോയ്സ് ബില്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സപ്ലയർ ആണ്. സപ്ലയർക്ക് നമുക്കിപ്പോ ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താണ് മെറ്റീരിയൽസ് കിട്ടണമെങ്കിൽ ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. സപ്ലയർക്ക് എന്തോരം ഞാൻ പൈസ കൊടുക്കണം എന്നുള്ള കാര്യമാണ് ആ ഇൻവോയ്സ് ബില്ലില് അടങ്ങിയിട്ടുള്ളത്. പിന്നെ നോക്കിയേ, given by the supplier to the purchase department. ഈ ബില്ല് എന്ത് ചെയ്യും? സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതിനുശേഷം ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ബില്ല് ക്ലിയർ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? അത് ഇൻവോയ്സ് ബില്ല് എന്താണെന്നുള്ളത് ഓക്കെയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇൻവോയ്സ് ബില്ല് എന്താണ്? സപ്ലയർ ആണ് ഇൻവോയ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സപ്ലയർക്ക് എത്ര രൂപയാണ്, ഞാനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് എന്ന് വെച്ചാല് സപ്ലയർക്ക് ഞാൻ എന്തോരം കാശാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആ ഇൻവോയ്സ് ബില്ലിൽ ഉണ്ടായിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഇൻവോയ്സ് ബില്ല് കൊണ്ടുവന്നിട്ട് സപ്ലയറിന്റെയും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. അതിനുശേഷം ഐറ്റംസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഇൻവോയ്സ് ബില്ല് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യും. ഹോസ്പിറ്റലുമായിട്ടുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവല്ലോ ഹോസ്പിറ്റലുള്ള, ആ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരാണ് അത് ക്ലിയർ ചെയ്ത് ആ ക്യാഷ് ചെയ്ത് കൊടുക്കുന്നത്, സപ്ലയർക്ക് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഈ ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെയാണ് കേട്ടോ മിസ് എടുക്കുന്നത്. നാളെ വരുമ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരാം. താങ്ക് യു.